കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ വീട്ടിലോട്ട് തേടിയുള്ള യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബർണശ്ശേരിയിലാണ്. ഒരുപാട് ചരിത്രമുള്ള മണ്ണാണ്. ഞങ്ങളിവിടെ ഒരു ആലിസി ചേച്ചി നോക്കി വന്നാ ബർണശ്ശേരിയിൽ. ഏതാ ആലിസി ചേച്ചി? വീട് എവിടെ? അവിടെ അടുത്തായല്ലേ? ഇവിടെ ഈ ഭാഗത്താണ് ആണ്. അപ്പൊ ഇവിടെ ഈ തെരഞ്ഞെടുപ്പൊക്കെ ചൂടായോ? ചൂടൊന്നും ആയിട്ടില്ല. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ കാൻഡിഡേറ്റ് MP ജയരാജിനെ സെലക്ട് ചെയ്ത്. ഇവിടെ പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ മെയിൻ ഇപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയാനുള്ളത്? ഒന്നിക്ക് ക്ഷേമ പെൻഷന്റെ കാര്യമോ മറ്റുള്ള കാര്യങ്ങളെ പറയാനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഇല്ലേ ചേച്ചി? ഭരണശ്ശേരി എന്ന് പറയുമ്പോൾ ശരിക്കും കണ്ണൂർ കൺട്രോൾമെന്റ് ബോർഡിന്റെ കീഴിൽ വരുന്നതാണ്. അതായത് കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ വരുന്നൊരു പ്രദേശമാണ്. തെരഞ്ഞെടുപ്പൊക്കെ എത്താറായില്ലേ? എത്താറായി. ആർക്കാ വോട്ട് ചെയ്യുക? അതായത് ഏത് കാര്യം നോക്കിയിട്ടാ വോട്ട് ചെയ്യുക? പേരും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ LDF ചെയ്യുള്ളൂ. ഉറച്ച വോട്ടാണ്. ഉറച്ച വോട്ടാണ്. അന്നും ഇന്നും കണ്ണൂര് വന്നിട്ട് ഇതൊന്നും ചോദിക്കാൻ പാടില്ല. അന്നും ഇന്നും ഓപ്പണായിട്ട് ഞാൻ പറയുന്നത് LDF ചെയ്യുള്ളൂ. നിലവിലുള്ള ഇപ്പം MP എന്ന് പറഞ്ഞാൽ ഒറ്റ വയസ്സിൽ പറഞ്ഞാൽ MP 0 അത്രേ പറയാനുള്ളൂ. അത് 0 ബിഗ് 0. ഇപ്പം ഇവിടെ കൺട്രോൾമെന്റിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം ഈ 2023 ഇത് ഒരു സെന്റ് പോലും ഇല്ലാത്ത സ്ഥലമാണ്. 38 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള സ്ഥലത്ത് ചെറിയൊരു വീട്, ഒരു ബെഡ്റൂമോ ഒരു ഇതുമായിട്ട് എടുത്തപ്പോൾ ഇതിന് 4300 സംതിങ് ആണ് കൺട്രോൾമെന്റ് ഇപ്പം ഈ 23 ടാക്സ് വർദ്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയം വന്നിട്ട് പോലും നമ്മുടെ MP ഒരു വാക്ക് പോലും അതിനെതിരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഇടപെടുകയോ ഇവിടെ വന്ന് ഞങ്ങളോട് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നുവരെ. കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അതായത് എന്താണ് UDF കാലത്ത് സംഭവിച്ചത്, UDFന്റെ MP വന്നപ്പോൾ അങ്ങനെ ഓരോന്നും വിലയിരുത്തി വോട്ട് ചെയ്യുന്ന വോട്ടർമാരുമുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് വീട്ടിലോട്ടെത്തി വോട്ട് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ കണ്ണൂർ മണ്ഡലത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അടുത്തയിടത്തേക്ക് ുള്ള ആളുകൾക്ക്, അതായത് കൂട്ടായി താമസിക്കുന്ന ആളുകൾ, ഒരു തറവാട് വീട്, അതിനു ചുറ്റും ബന്ധുക്കൾ എല്ലാവരും ഇങ്ങനെ വീട് വെച്ച് ഒന്നിച്ച് താമസിക്കുന്ന ഏകദേശം ഒരു കൂട്ടുകുടുംബം പല ഇടങ്ങളിലായി താമസിക്കുന്നത്. ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു വീടുകൾ ഈ രീതിയിലാണോ? സാധാരണ ഇതേമാതിരിയുള്ള ഇത് തന്നെ. അതായത് തറവാട്, അതിന് ചുറ്റും എല്ലാവരും വീട് വെച്ച് ഒന്നിച്ച് താമസിക്കുന്നു. എത്ര വർഷമായി? ഏകദേശം 100 വർഷം കഴിഞ്ഞു. 100 വർഷം കഴിഞ്ഞു. അപ്പൊ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള വീടാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അതെ. ചേട്ടന്റെ പേര്? ജനാർദ്ദനൻ. അമ്മയുടെ? സരോജിനി. തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യാനൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. നിൽക്കുന്ന വ്യക്തി നല്ല ആളാണെങ്കിൽ നമ്മൾ അത് അവർക്ക് ചെയ്യും. നല്ല ആളാണെങ്കിൽ ചെയ്യും. ഇവിടെയോ? അങ്ങനെ തന്നെ. എങ്ങനെ പറയുന്നു? അങ്ങനെ തന്നെ. എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു 50 കൊല്ലായി. അപ്പൊ സരോജിനി ചേച്ചി പറയായിരുന്നു തെരഞ്ഞെടുപ്പിനൊന്നും വോട്ട് മുടക്കിയിട്ടില്ല എന്ന്. വോട്ടൊന്നും മുടക്കലേ ഇല്ല. ലീല ചേച്ചി അങ്ങനെയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യും. ഈ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോ ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണോ അതോ ഏതെങ്കിലും പാർട്ടിയോട് ഇഷ്ടമുണ്ടോ? എങ്ങനെയാ വോട്ട് ചെയ്യുന്നത്? പണ്ടേ ഉള്ള ഒരു പാർട്ടി, ആ പാർട്ടി ഇന്നും ചെയ്യുന്നു. ഒന്നും ശരിക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല. അതിന് വോട്ടിന് മുമ്പ് എല്ലാം പറയും, അങ്ങനെ എഴുതിയൊരു ഇങ്ങനെ എഴുതിയൊരു, പിന്നെ ഒന്നും ചെയ്യൂല. അല്ലെങ്കിൽ ഒരു പെൻഷന്റെ കാര്യത്തിൽ ചോദിക്കാൻ ഫോൺ വിളിച്ചാൽ തന്നെ ഫോൺ വരെ എടുക്കൂല. ഈ പ്രദേശത്ത് ഇപ്പോ പൊതുവെ ഏത് വിഷയം വെച്ചിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യാറ്? മഴ പെയ്താല് ചാലുകളിൽ കൂടി പോകാതെ നടന്നു പോകാനുള്ള പ്രയാസമുണ്ട്, വാഹനങ്ങൾ എടുക്കാനുള്ള പ്രയാസമുണ്ട്, അങ്ങനെയൊക്കെ ഈ റോഡിലേക്ക് കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി പോകും. അപ്പോൾ വാഹനമൊക്കെ എടുക്കാൻ പ്രയാസമുണ്ട്. ഇവിടെ വരെ വെള്ളം വരും. അപ്പോൾ ഇങ്ങോട്ട് വെള്ളം കയറി ആ വെള്ളത്തിൽ ചവിട്ടി മുട്ടപ്പം വരുമോ? വെള്ളം മുട്ടപ്പം വരും. വിവാഹം കഴിഞ്ഞിട്ട് തന്നെ 50 വർഷത്തിലധികമായ മുതിർന്ന ദമ്പതികളാണ്. അവർ വോട്ട് പക്ഷേ മുടക്കാറില്ല. അത് കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവരെങ്ങനെയും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും വോട്ട് ചെയ്യാൻ പോകും. നല്ല ഒരു മാതൃക കൂടിയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള ഈ വോട്ടോട്ടത്തിനിടയിൽ നമ്മൾ കണ്ടത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ വോട്ട് യാത്രയുമായി എത്തി നിൽക്കുന്നത്. അപ്പോൾ അഴീക്കോടെ നമ്മൾ എത്തിയിരിക്കുന്നത് രാജീവേട്ടൻ്റെ വീട്ടിലാണ്. രാജീവേട്ടനും കുടുംബത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമ്മൾ അറിയാൻ വന്നത്. നമസ്കാരം. എന്തെല്ലാം വോട്ടൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയോ? ഉണ്ട്. നല്ല പ്രതികരണമാണ് ഉണ്ടാവുന്നത്. കാരണം ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷനാണ്, അതിശക്തമായ ഒരു ഇലക്ഷനാണ് വരാൻ വേണ്ടി പോകുന്നത് പ്രതീക്ഷ. സാധാരണ വോട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ചിഹ്നം നോക്കി സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ആളാണോ? അല്ല. സ്ഥാനാർത്ഥി നോക്കിയിട്ടാണ്? സ്ഥാനാർത്ഥി വ്യക്തിപരമായ ആൾക്കാരെ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, പാർട്ടി നോക്കിയിട്ട്, ചിഹ്നം നോക്കിയിട്ടാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ
എന്തായിരിക്കും മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ കാര്യം? രാഷ്ട്രീയപരമായിട്ട് പറയുന്നത് വെച്ചാൽ നമുക്ക് എല്ലാം തൊഴിൽ മേഖലയെല്ലാം മൊത്തം പ്രതിസന്ധി തന്നെയാണുള്ളത്. എല്ലാവരും ശമ്പളം, പരിഷ്കരണം, കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയോ, ഇങ്ങനെ ഓരോരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ? നാട്ടിലല്ല, നമ്മളെ കുടുംബപരമായിട്ടുള്ള നമ്മളെല്ലാം കുടുംബിനികളാണല്ലോ. സപ്ലൈകോലെല്ലാം സാധനം വരാത്തതിനെ പറ്റിയും അങ്ങനെയെല്ലാം ഉള്ള ഓരോ. സപ്ലൈകോയിൽ പോയി അടുത്ത് ഏറ്റവും ഒടുവിൽ സാധനം വാങ്ങിച്ചപ്പോഴാ? ഒരു 4 മാസമായി. 4 മാസമായി മുന്നേ. അപ്പോൾ വില പൊന്തി എല്ലാ സാധനത്തിനും ഷോപ്പിൽ സാധാ കടയിലുള്ള വില തന്നെ കിട്ടി. അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ അഴീക്കോട് മണ്ഡലത്തിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പലതരത്തിലുള്ള ആളുകൾ, അത് രാഷ്ട്രീയ വോട്ടുകൾ മാത്രമല്ല എന്ന് ഉറപ്പിക്കുകയാണ് നമ്മൾ ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും കണ്ടുമുട്ടുന്ന ആളുകൾ. മുണ്ടോൻ വയൽ എന്ന പ്രദേശത്താണ്. അപ്പോൾ ഇവിടെ വയൽ എവിടെയെന്ന് നിങ്ങൾ ചോദിക്കും. ഇവിടെയൊക്കെ ഒരു കാലത്ത് വയലായിരുന്നു. റഫീഖ, മുണ്ടോൻ വയലെന്നാണ് സ്ഥലത്തിന്റെ പേര്. വയലൊന്നും കാണില്ലല്ലോ. ഇതാ എൻ്റെ വീടിൻ്റെ വടക്ക് വശത്തെ കൃഷിയൊക്കെ കുറഞ്ഞാണോ? വളരെ എല്ലാവരും കൃഷി നിന്ന് അകന്നിട്ട് ജോലികളിലാണല്ലോ പോകുന്നവര്. അതുകൊണ്ട് തന്നെ കൃഷി വില വളരെ കുറവാണ്. അപ്പൊ റഫീഖ പക്ഷേ ആ കൃഷി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല? ഞാൻ ഉപേക്ഷിച്ചില്ല. ഞാൻ പിന്നെ ക്ഷീരകർഷകനാണ്. ക്ഷീരകർഷകനാണ്. അപ്പൊ നമുക്കെന്നാ നേരെ അങ്ങോട്ട് ആലയിലേക്ക് പോയാലോ? പോവാം. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു മതമൈത്രി നല്ല പോലെയുള്ള ഒരു സ്ഥലം. പാലോട്ടുകാവ് നമ്മുടെ കാവാണ്. അതെ, പാലോട്ടുകാവ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടേ ചെറുപ്പത്തിലേ കണ്ടുപടർന്ന തെയ്യങ്ങളും ഒക്കെ നമ്മുടെ നാട് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴത്തേക്കും വീട്ടിലേക്കൊക്കെ ആൾക്കാരൊക്കെ വന്നിരുന്ന് വോട്ട് വർത്താനൊക്കെ പറയലുണ്ടോ? എല്ലാവരും വരും. വീട്ടിലേക്ക് വീട്ടുകാരോട് ചോദിച്ചാൽ പറയും. റഫീഖയുടെ ഇപ്പൊ ഈ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? ഞാനും എൻ്റെ ഭാര്യ, പിന്നെ ഒരു മോള് ഞാൻ പറഞ്ഞു വീട്ടിൽ അവർ സെറ്റിലായി, പിന്നെ ഒരു മോളും ഒരു മോനുണ്ട്. കുഞ്ഞു പിള്ളേരെ കുറെ കാണുന്നുണ്ടല്ലോ. എൻ്റെ മകളെ 2 കുട്ടികളാണ്. ഇവരത്തെ വോട്ടൊക്കെ ചെയ്യലുണ്ടോ? വോട്ട് ചെയ്യലുണ്ട്. കുഞ്ഞായിത്താന്ന് തന്നെയാണ് പേര്. എനക്കറിയുണ്ട് മോളെ. എന്നെ അറിയും. വാർത്ത കാണലുണ്ട്. വാർത്ത കാണലുണ്ട്. പശുവിനൊക്കെ വലിയ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു. ശരിയാണോ? റഫീഖിന്റെ ഇഷ്ടം റഫീഖിനെല്ലാം അറിയാം. മൊത്തം ഉടക്കാണല്ലോ. ഉപ്പ പറയോ ആർക്ക് ചെയ്യണമെന്ന്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഒരു ഫ്രീഡത്തിനോ അങ്ങനെ ഇതാക്കലൊന്നുമില്ല. കുറച്ച് രാഷ്ട്രീയം ഉണ്ട് അല്ലേ? രാഷ്ട്രീയം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. എല്ലാവരും ഉള്ളിലുണ്ടല്ലോ ഒരു രാഷ്ട്രീയം. അതെ, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ഈ സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്നുണ്ടോ? പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. പല പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രത്യയശാസ്ത്രം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് നന്മകൾ സ്വീകരിക്കും, തിന്മകൾ സ്വീകരിക്കില്ല. ഏത് പാർട്ടിക്കാരായാലും എല്ലാവരുടെ ആവശ്യങ്ങളും നടക്കണം. അതേ പറയാനുള്ളത് നമ്മളെ വാർഡ് മെമ്പർ നല്ലതാണ്. വാർഡ് മെമ്പർ നല്ലതാണ്. മെമ്പർ സൂപ്പറാണ്. ഇനി എം പി കൂടെ സൂപ്പർ ആവണം. മെമ്പർ ഈ പരിസരത്ത് വല്ലതും ഉണ്ടോ? മെമ്പർ വന്നിട്ടുണ്ടോ? അത് ഇത്ര ഉറപ്പിച്ച് പറയുമ്പോൾ അറിഞ്ഞു വന്നിട്ടുണ്ട്. ശ്രീകാന്ത് വരൂ. മെമ്പർ സൂപ്പറാന്ന് വീട്ടിൽ നിന്ന് പോരെന്നൊക്കെ ആൾക്കാർ പറയുന്നു. സന്തോഷം. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും എല്ലാ ശ്രമങ്ങളും അങ്ങനെയൊന്നുമല്ല. അത് അവർ ആത്മാർത്ഥമായി പറയുന്നു. അവരെ മുഖം നോക്കി അറിയില്ലത്. അത് ഇവിടുത്തെ ഒരു മെമ്പറല്ല. രാഷ്ട്രീയത്തിൽ നേരത്തെ ഉണ്ടോ അതോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്? ഞാൻ SFIയിലായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം ജോലിക്ക് പോയി. അതിനുശേഷം ഇപ്പൊ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ചെയ്യുന്നു. അപ്പോൾ ജനപ്രതിനിധികൾ എങ്ങനെയാവണമെന്ന് ആളുകൾ പറയുന്നത് അത് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു മുന്നറിയിപ്പാണ്. നല്ലതാണെങ്കിൽ ജനങ്ങൾ നല്ലതാണെന്ന് പറയും. അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സേവനങ്ങളും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴാണ് ഒരു ജനപ്രതിനിധിയെ നാട്ടുകാർ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് രമണി ടീച്ചറുടെ വീട്ടിലാണ്. സ്വാഗതം. ഞങ്ങൾ ഈ വീട്ടിലോട്ട് തേടി ഇങ്ങനെയുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു വീടുണ്ടെന്നറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പൂക്കളോടും അധ്യാപനത്തോടും ഒക്കെ ഒരേപോലെ ഇഷ്ടം ഉണ്ടായിരുന്നോ അതോ ഏതെങ്കിലും ഒന്നിനോട് കൂടുതൽ ഇഷ്ടമായപ്പോൾ ഒന്ന് ഉപേക്ഷിക്കുകയാണോ ചെയ്തത്? അങ്ങനെയല്ല, രണ്ടിനോടും എനിക്ക് ഒരുപോലെ താല്പര്യമായിരുന്നു. എൻ്റെ അച്ഛൻ ശരിക്കും ഒരു കർഷകനാണ്, കൃഷിക്കാരൻ തന്നെയായിരുന്നു. അപ്പം ചെറുപ്പത്തിലേയുള്ള ആ ഒരു ഇഷ്ടം എനിക്കും അധ്യാപനത്തിലൂടെയും എൻ്റെ കുട്ടികളിലൂടെയും ഒക്കെ വരുത്താനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു ഫീൽഡാണ് രണ്ടും. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്തൂ. ടിനിയാണ്. എന്തായിരുന്നു ഉദ്യോഗം? പൂക്കളോടൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ആ സപ്പോർട്ട് ഉണ്ടാ തീർച്ചയായിട്ടും ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ലല്ലോ. ഞാൻ സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു 40 വർഷം ഏകദേശം സർവീസ് റിട്ടയർ ചെയ്തു.
കണ്ണൂർ മണ്ഡലത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തൊക്കെ തുടങ്ങിയോ? ഇനിയൊരു ഇവിടെ എന്താണ് ഈ ഒരു ലോക്സഭാ മണ്ഡലം എന്ന നിലയിൽ ഏത് രീതിയിൽ വികസിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ പോസിറ്റീവായ നിർദ്ദേശങ്ങളൊക്കെ വരാറുണ്ടോ? കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, പല കാര്യങ്ങളും. എന്താ ഇനി ശരിക്കും വേണ്ടേ? അടിസ്ഥാനപരമായിട്ട് എല്ലാ ഒരു താഴേക്കടയിലുള്ള എല്ലാവരിലേക്കും നല്ല വികസനം എത്തിക്കണം. ഈ താഴേക്കടയിലുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കാൻ അറിയുന്നില്ല. സാധനങ്ങൾ, സേവനങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ല. കണ്ണൂർ മണ്ഡലത്തിലേത് പ്രധാന പ്രശ്നം ഗതാഗതക്കുരുക്ക്. ഇവിടെ ഗതാഗത തടസ്സം ഒത്തിരിയാണ്, മൂവ്മെൻറ്റ്. അതിൽ ഒത്തിരി മാറ്റം വരണം. പിന്നെ അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നില്ല. ഇവിടെ ഈ വീടുമായിട്ടുള്ള കണക്ഷൻ എന്താ? എൻ്റെ മകളെ കഴിച്ചത് ഇങ്ങയുടെ മകനാണ്. ഒറ്റ മോളാണ്. വോട്ടൊക്കെ ചെയ്യലുണ്ടോ? വോട്ടിന് ചെയ്യലുണ്ട്. നല്ല ആരാന്നും പ്രവർത്തനം ചെയ്യുന്ന അവർക്ക് വോട്ട് കൊടുക്കും. മാഡത്തിനെ കണ്ടതിന് വളരെ സന്തോഷം. നമ്മളെപ്പോ വീട്ടിലെപ്പോ ഉള്ള ചാനലാണ്. എനിക്ക് സന്തോഷം. അപ്പൊ നമുക്ക് വോട്ടൊക്കെ ചെയ്യലുണ്ടോ? വോട്ട് ചെയ്യും. നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താണ്? കുറെ സ്ഥാനാർത്ഥികളുടെ പേരുണ്ടാവുമല്ലോ. മുന്നണികളുടെ ഒരു 3 സ്ഥാനാർത്ഥികളാണ്, പിന്നെ അല്ലാതെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നവരുണ്ടാവും. അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ മനസ്സിലേക്ക് വരുന്നത് എന്താ? കൂടുതലൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പാർട്ടി നോക്കിയിട്ട് ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഒരാൾ MP ആവണം. ഇത്ര ആഗ്രഹമേ ഇവർക്കുള്ളൂ. ഇത് ധർമ്മടം പഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് പാലയാട്. അപ്പോൾ എങ്ങനെയാണ് പൊതുവെ കണ്ണൂരെന്ന് കേൾക്കുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതും പാർട്ടി ചിഹ്നം നോക്കി മാത്രം വോട്ട് ചെയ്യുന്നവരും ഒക്കെ ഉള്ള ഒരിടമാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്ന ഇടമാണെന്ന് ഇവിടുത്തെ വീടുകളിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഗംഗാധരൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ വീട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തല്ലോ. ഇത് എൻ്റെ അനിയനാണ്, ഇത് എൻ്റെ മകനാണ്, മൂത്ത. അനിയന്റെ പേരെന്താ? അനിയൻ ജമുനാറാം. എന്താ? ജമുനാറാം. ജമുനാറാം. വെറൈറ്റിയാണ്. പെട്ടെന്ന് ഞാൻ ആടിനെ ഓർത്തു. ചേച്ചി പേരെന്താ? റാണി. റാണി. രാഷ്ട്രീയമൊക്കെ പറയാറുണ്ടോ വീട്ടില്? ഇല്ല, അങ്ങനെയൊന്നും പറയാം. അമ്മയുടെ പേരെന്താ? നാണി. നാണിയമ്മ. നാണിയമ്മ എത്ര തവണ വോട്ട് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ? നാണിയമ്മയ്ക്ക് അത് പറഞ്ഞപ്പോ ഒരു നാണം വരുന്നു. കുറെ പ്രാവശ്യം ചെയ്തു. എങ്ങനെയാ വോട്ട് ചെയ്യാറ്? എല്ലാരും പറയോ ഇങ്ങനെ ആൾക്ക് പോയി ചെയ്യണം? അതന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യാം. ഇഷ്ടത്തിന് ചെയ്യും. ചേച്ചി എങ്ങനെയാ വോട്ട് ചെയ്യല്? ചേട്ടൻ പറയുന്ന ആൾക്കിന് ചെയ്യുവാണോ? ഇല്ല, അങ്ങനെയില്ല. ഓർക്കങ്ങനെയില്ല, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. ഞാൻ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ നോക്കും. പാർട്ടിയില്ല എനിക്ക്. പാർട്ടിയില്ല. ഈ വീട്ടിൽ എല്ലാവരും ഒരേ കാൻഡിഡേറ്റിനാണോ വോട്ട് ചെയ്യാറ്? അത് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാല് പിന്നെ ഞാൻ ആരോടും അത്രേ ഉള്ളൂ. ചർച്ച നമ്മൾ വീട്ടിൽ നിന്ന് രാഷ്ട്രീയം പറയാറുണ്ട്. അത്യാവശ്യം ഞാൻ സംസാരിക്കാറുണ്ട് രാഷ്ട്രീയം. ഒന്നും പറയില്ല. ഒന്നും പറയില്ല. സർക്കാർ വിരുദ്ധ തരംഗം അത് ഒരു തരംഗമായി UDF-നെ സഹായിക്കാൻ സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടാവും തോന്നുന്നില്ല. ചേട്ടൻ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നില്ല. ഇത് ധർമ്മടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സിറ്റിംഗ് സീറ്റ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ അവിടുത്തെ തന്നെ ധർമ്മടം പഞ്ചായത്തിലെ ഒരു വികാരമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ വീട്ടിലോട്ടെത്തി വീട്ടിലെ വോട്ട് വർത്തമാനം കേട്ട് നമ്മൾ കണ്ണൂർ മണ്ഡലത്തിലെ മറ്റൊരിടത്തേക്ക് പോകുന്നു. വീട്ടിലെ വോട്ട് വർത്തമാനം ഇനിയും കേൾക്കാം കൂടുതൽ മണ്ഡലങ്ങളിൽ. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇരിക്കൂർ നിയമസഭാ നിയോജക മണ്ഡലം, സജി ജോസഫ് MLA-യുടെ മണ്ഡലം. അവിടെ ശ്രീകണ്ഠപുരം ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് രാമചന്ദ്രൻ ചേട്ടനെ കൂട്ടുകെട്ടിയത്. എന്നാൽ പിന്നെ വീട്ടിലോട്ട്, രാമചന്ദ്രൻ ചേട്ടന്റെ വീട്ടിലോട്ട് തന്നെ നമുക്കാകാം. എന്നാ പിന്നെ വീട്ടിലേക്ക് പോവല്ലേ? ഓക്കെ, വീട്ടിലേക്ക് പോവാം. വായോ. മേളിലാ വീട്? അവിടെയാ? ഇവിടെ ഈ ഉയരത്തിലോട്ട് വോട്ട് ചോദിച്ചൊക്കെ ആൾക്കാർ കയറി വരാറുണ്ടോ? ഓ പിന്നെ കയറി വരാറുണ്ടോ? ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായോ? 35 കൊല്ലായി. നമസ്കാരം. എന്തെല്ലാം വിശേഷം? എന്താ സുഖം തന്നെ. സുഖം. തെരഞ്ഞെടുപ്പൊക്കെ ആയോ? തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെ വരുത്തല്ലേ ഇപ്പൊ? ഇവിടെ സ്ഥാനാർത്ഥിക്ക് സാധാരണ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? പാർട്ടി ചിഹ്നം നോക്കിയിട്ടാ? അല്ല, നമ്മൾ പാർട്ടിയുടെ ആൾക്കാർ അങ്ങനെ സ്വഭാവം നോക്കി നമുക്ക് അനുകൂലമായിട്ട് എല്ലാ ജയിക്കൂല എന്തായാലും. ഓ, ഭയങ്കര സ്ട്രോങ് പാർട്ടി വീട്ടിലോട്ടാണ്. ഇതൊരു പാർട്ടി വീടാണോ? പാർട്ടി വീട് തന്നെ. പാർട്ടി വീട് തന്നെ. ഉള്ള കാര്യം ഉള്ള പോലെ പറയും. LDF അനുകൂലമാണ്.
ഈ ഇവിടെ ഇപ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇനി അടുത്തതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആള് ഏത് പാർട്ടിയുടെ ആളായാലും അടുത്തതായിട്ട് എന്ത് ചെയ്യണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏകദേശം മണ്ഡലത്തിൻ്റെ വോട്ട് നില എടുത്ത് പരിശോധിച്ചാൽ 1,50,000 വോട്ട് ലീഡാണ് ഇടതുപക്ഷത്തിന്. ഇതുപോലെ ഒരു പാർട്ടി കുടുംബത്തിൽ നിന്ന് വന്ന ആളാണോ അതോ ഇവിടെ വന്നതിന് ശേഷം പാർട്ടി വോട്ടായതാണോ? വിൻപുഴ പാർട്ടിയുള്ള ആളാണ്. ഇവരൊക്കെ ഭരണം മാറണം എന്ന് പറയുന്നു. നമ്മളെല്ലാം പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിലെ വോട്ട് ചെയ്യുമ്പോൾ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കല്ലാതെ എപ്പോഴെങ്കിലും സ്ഥാനാർത്ഥിയുടെ ഒരു മികവ് നോക്കി വോട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ചിഹ്നം നോക്കിയല്ലാതെ. ഒരുപാട് ഇടങ്ങളിലെ ആളുകൾക്ക് ഏകദേശം ഒരേ സ്വഭാവക്കാരായ ഒരേ പാർട്ടിക്കാരായ ആളുകൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ അവിടെ നിന്നുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു വീട്ടിലെ പ്രതികരണം ആ ഭാഗത്തിൻ്റെ മുഴുവൻ പ്രതികരണമായി ഏകദേശമൊക്കെ വരാറുമുണ്ട്. അതാണ് നമ്മൾ കാണാറുള്ളത്. കുറുമാത്തൂർ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പല വിഭാഗത്തിൽപ്പെട്ട പല മതക്കാരായ പല രാഷ്ട്രീയമുള്ള ആളുകൾ കൂടുതലുള്ള ഇടം. പിന്നെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ചുവന്നു കിടക്കുന്ന മണ്ഡലമാണ്. ഒറ്റ തവണ മാത്രമാണ് അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളതും. നിലവിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഇവിടെ MLA ആയി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വോട്ടൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ വരാറുണ്ട്. എന്താ അവർ തരാറുള്ള വാഗ്ദാനം പ്രധാനമായിട്ട്? ഒന്നും നമുക്കൊന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു കാര്യവും കിട്ടിയിട്ടില്ല. 2-3 പ്രാവശ്യം പഞ്ചായത്തിൽ വീട്ടിനെല്ലാം കൊടുത്തിന് പാസ്സായ വീടും കൂടെ തള്ളിക്കളിയായിരുന്നു. നമ്മളെ വീടും സ്ഥലവും ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമുക്കൊന്നുമില്ല. ഇപ്പം എന്നിട്ട് കിട്ടാതെ കൊണ്ട് നമ്മളൊരു എന്തെങ്കിലും ഒന്ന് ആക്കണം എന്ന് വെച്ചിട്ട് ഒരു തറയിട്ടതാണ്. അത് ഇപ്പോൾ 6-7 കൊല്ലമായി അതൊന്നും എടുക്കാൻ പറ്റാതെ കൊണ്ട് എടുത്തിട്ടില്ല. അതങ്ങനെ ഉണ്ടാക്കാൻ ഒരു റോഡോ കാര്യമോ അതൊന്നും നമുക്ക് ഇങ്ങോട്ടില്ല. അമ്മ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ? പാർട്ടി നോക്കി ചെയ്യുന്ന ആളാണോ അതോ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടൊക്കെ ചെയ്യുന്ന ആളാണോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് ഒരു വോട്ട് കൊടുക്കും മാത്രം. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡൊക്കെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും ഈ തളിപ്പറമ്പിൽ പല ഇടങ്ങളിലും ഈ രീതിയിൽ തന്നെയാണോ റോഡ് കിടക്കുന്നത്? അല്ല, എല്ലായിടങ്ങളിലും അല്ല. ചില സ്ഥലങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഈ കൂനം കുളത്തൂർ റോഡ് തന്നെയാണ്. വെള്ളത്തിന്റെ സൗകര്യമില്ല, വെള്ളമില്ല, കുടിവെള്ള പ്രശ്നമുണ്ട്. വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ പാർട്ടി നോക്കിയാണോ വോട്ട് ചെയ്യാറ്? പാർട്ടി നോക്കിയാണ്. സ്ഥാനാർത്ഥി ആരാണ് അങ്ങനെയൊന്നും നോക്കാറില്ല? സ്ഥാനാർത്ഥി നോക്കാനില്ല, വിശ്വാസം തന്നെ. മാക്സിമം ഒരു 90% ആൾക്കാരും ഇന്ന് അന്ധമായിട്ട് രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ന്യൂ ജനറേഷൻ രാഷ്ട്രീയം നോക്കിയാണോ ആളുകളിലേക്ക് സേവനങ്ങളൊക്കെ എത്തുന്നത്? അപ്പൊ അമ്മയ്ക്ക് ഈ വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ പാർട്ടി മാറണം. അപ്പോൾ കുറുമാത്തൂർ കൂനത്തെ ഒരു വീട്ടിലെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു തറ കെട്ടി കാത്തിരിക്കുകയാണ്. അവിടെ ഒരു വീടെത്തണമെന്നുണ്ടെങ്കിൽ അധികൃതർ അവിടേക്കൊന്ന് എത്തണം. അതിനൊരു ആ വീട്ടിലേക്ക് വരാനായിട്ട് വഴിയും വേണം. അപ്പോൾ വീടും വേണം, റോഡും വേണം. ഇവിടെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ ഈ ഗൃഹനാഥൻ മോഹനകൃഷ്ണൻ. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ഇവിടെ കൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഈ വന്യമൃഗശല്യം വയനാട് ഇടുക്കിയൊക്കെ വെച്ചാണ് എപ്പോഴും പറയുന്നത്. കണ്ണൂരിലും ഈ പ്രശ്നം സജീവമാണ്. ഇവിടെ സജീവമായിട്ടാണ് പന്നിയുടെ ശല്യം. കാരണം കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾ വയലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും കൃഷി ഒരുപാട് തരിശായിട്ട് കിടക്കുന്നു. അപ്പോൾ ആ സ്ഥലത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പന്നി വന്നിട്ട് ഒരു സാധനം കിട്ടുന്നില്ല. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് പച്ചക്കൃഷിയൊക്കെ ചെയ്യുന്നതായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ചെയ്തു, ഈ വർഷം ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഒന്നും ഒരു സാധനം കിട്ടിയില്ല. അപ്പോൾ തീരുമാനമായോ? എന്താണ് പ്രധാന വോട്ട് വിഷയം? വോട്ട് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റോഡാണെന്നൊരു വിഷയം. റോഡില്ല നാട്ടിലേക്ക്. അതുപോലെ ഒരുപാട് ഒന്നും തന്നെ വികസനം എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലേക്കുള്ള റോഡ് അതന്നെയാണ് മെയിനായിട്ടുള്ളത്. ഈ റോഡ് നിർമ്മിച്ചത് മുതൽ ഇതുപോലെയാണ് അവസ്ഥയാണ്. 3ാമത്തെ മാസം ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നതാണ്. ഇതിനുവേണ്ടി നാട്ടുകാരും എല്ലാവരും എല്ലാ പാർട്ടിക്കാരും പല വഴിക്കും നോക്കി. ഇവിടെ 2 ടീച്ചർമാരുണ്ട്. അപ്പോൾ അവരുടെ എന്താണ് ചോദിക്കാം. നിങ്ങളുടെ എന്താണ് സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ടി പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? പ്രധാനമായ റോഡ് തന്നെയാണ്. ഇപ്പം നമ്മളൊരു മീറ്റിംഗ് വെച്ചാലായാലും രക്ഷിതാക്കൾക്ക് വരാൻ പരാതി പറയുന്നത് റോഡിൻ്റെ പ്രശ്നമാണ്. യാത്രാ സൗകര്യം ഇല്ല, ബസ്സില്ല. സ്കൂളിലേക്കുള്ള കുട്ടികളെ ഇത് കുറയുന്നു. റോഡ് നന്നായാൽ കുട്ടികൾ വരും. ഓരോ വർഷം കഴിയുന്നതിന് പൂനം സ്കൂളിലെ കുട്ടികളുടെ എണ്ണം കുറയുകയാണ്. നമുക്ക് എന്താ തോന്നുന്നത്? റോഡിൻ്റെ അവസ്ഥ തന്നെ റോഡിൻ്റെ അവസ്ഥ നടുപൊടി. ഈ വോട്ട് ചെയ്യുമ്പോഴേക്കൊക്കെ എന്താണ് പൊതുവെ സ്ഥാനാർത്ഥിയുടെ പേരാണോ നോക്കുക അതോ ചിഹ്നമാണോ നോക്കുക? എങ്ങനെയാ പോയി വോട്ട് ചെയ്യുക? ചിഹ്നം നോക്കും, വോട്ട് ചെയ്യുക. ഈ വഴിയൊന്ന് നന്നാക്കി കൊടുക്കണം, എന്നാൽ ഈ വീട്ടിൽ വോട്ടുണ്ട്, അവർ ഉറപ്പിച്ച് പറയുകയാണ്.
നമസ്കാരം സുജാ ചേച്ചി. നമസ്കാരം. എങ്ങനെയുണ്ട്? തയ്യലൊക്കെ നന്നായി പോണോ? തയ്യലിപ്പം നല്ല രീതിയിലൊന്നുമല്ല. ഞാൻ പുറത്ത് തയ്ക്കാൻ പോകും. ടൗണിൽ ശ്രീണ്ടായിരം ടൗണിൽ. ഇപ്പം വീട്ടിൽ നിന്ന് തയ്ക്കും. വീട്ടിൽ നിന്ന് തയ്ക്കും. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. എങ്ങനെയാ, പാർട്ടി ചിഹ്നം നോക്കിയാണോ അതോ സ്ഥാനാർത്ഥിയെ നോക്കിയാണോ? നാട് നല്ല ചെയ്യുന്നവരെ ചെയ്യല്. ഇതുവരെ പാർട്ടി നോക്കിയിട്ടാണ്. ഞാൻ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിച്ചത്, ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവുമായി ബന്ധമുള്ള ഒരാളാണ്. അതെ, ഞാൻ CK പപ്പാട്ടിൻ്റെ ഇളയ അനിയൻ്റെ ഭാര്യയാണ്. ഞാൻ ഇവിടുത്തെ ഇരിക്കൂർ മണ്ഡലം മഹിളാ മോർച്ചൻ്റെ പ്രസിഡന്റാണ്. ഇത്തവണ വോട്ട് ചോദിച്ചു വരുമ്പോൾ എന്തായിരിക്കും പറയുക? ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ആ താഴ്മേലും താഴോട്ട് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ട്. നമുക്ക് വെയിറ്റ് എടുത്തിട്ട് താഴോട്ട് എന്താ ഇറങ്ങി വീഴുന്നു. എത്ര പ്രാവശ്യം വീണെന്നറിയാം. ശ്രീകണ്ഠാപുരത്താണ് സുജാത ചേച്ചിയുടെ വീട്. നമ്മൾ വന്ന വഴിയൊക്കെ പ്രേക്ഷകർ കണ്ടല്ലോ. ആ വഴിയിലൂടെ ഇറങ്ങി വരുന്നതിന് ബുദ്ധിമുട്ടാണ് ചേച്ചി പറഞ്ഞത്. ഒരു കൂട്ടം മനുഷ്യർ ഇരുട്ടിൽ കഴിയുന്ന ഒരിടം, ഇരുട്ടി എന്ന സ്ഥലപ്പേരുള്ള ഇടത്ത് തന്നെയാണ് അങ്ങനൊരിടവും എന്നുള്ളത് യാദൃശ്ചികമല്ല. മനഃപൂർവ്വം തിരിഞ്ഞു നോക്കാത്തതാണോ അതോ എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് പോകുന്നതാണോ? ഇവിടെ എത്തുമ്പോൾ ഓരോരുത്തരും സംസാരിക്കുന്നത് അവർ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ്. അങ്ങനെയാണ് ഞങ്ങൾ സുമതി ചേച്ചിയെ പരിചയപ്പെട്ടത്. സുമതി ചേച്ചിയുടെ അടുത്തേക്ക് എത്തി. സുമതി ചേച്ചി, എന്താണ് ഈ സർക്കാർ തന്ന വീട്ടിലാണ് താമസം, പിന്നെ എന്ത് സംഭവിച്ചു? വീട് തന്നതിന് ശേഷം 2 റൂമുണ്ട്. ആ റൂമിന് കതകില്ല. അതേപോലെ വീട് മൊത്തം ടൈലിടാൻ പറഞ്ഞത്, അത് ചെയ്തിട്ടില്ല. പിന്നെ മൊത്തം വെള്ളമാണ്. ഇവിടെ മുട്ടോളം വെള്ളം കെട്ടി നിൽക്കുക. മഴക്കാലം തുടങ്ങുന്ന മഴ പെയ്ത് ഇവിടെ വെള്ളമാവും. വെള്ളം അതുകൊണ്ട് നടക്കാൻ വേണ്ടി സ്റ്റെപ്പ് ഇട്ടിരിക്കുന്നേ. വീട്ടിലോട്ട് പോയാലോ? പോവാം. ഈ വാതിൽ ഇങ്ങനെ പിടിച്ചടക്കണം അല്ലേ? തിറക്കണം. ഇത് ഇങ്ങനെയാണ് ഉള്ളത്. അതെല്ലാ വാതിലും അങ്ങനെ തന്നെ. എല്ലാ വാതിലും അങ്ങനെ തന്നെയാണ്. സംശയിക്കണ അത്രയും പോകും. ഇതിനപ്പുറം ഞങ്ങള് എടുത്തിട്ട് വേണം അങ്ങോട്ട് വെക്കാൻ. ഇതാണ് നമ്മളെ വാതില്. നമ്മളെ സാധാരണ ചെറിയ വീടായിരുന്നു. ഇത് അവർ കുത്തി പൊളിച്ച് വീട് കെട്ടി തന്നാ. ഞാൻ പറഞ്ഞു നിർമ്മിതിക്കാരെ കൈ കൊടുക്കണ്ട, വീട് കൊടുക്കണ്ടെന്ന്. കൊടുത്തു കഴിഞ്ഞാൽ നാശമാവുന്നു. പക്ഷെ അവർ പറഞ്ഞ് നല്ല വീട് കെട്ടിത്തരും, ഞങ്ങൾ ടൈലിട്ട് തരും, അതാക്കി തരും, ഇതാക്കി തരും. ഇപ്പം നോക്ക്, ഒരു ഇതിനും ഇതില്ല. ഇവിടെ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പുക മൊത്തം പുറത്തേക്ക്. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാ. ഇവിടെ ഇപ്പം പുക ഇങ്ങോട്ട് വരുന്നതാണോ? ഇതെല്ലാം അവിടെ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മളെ പുറത്ത് പോയിരിക്കണം. 21 വീട്ടിലും ഇതേ അവസ്ഥ. ഈ വോട്ട് ചോദിച്ച് വരാറില്ലേ ഇവരൊക്കെ? ഒന്നുമില്ല, ഏവൻ വന്നാലും അതേപോലെ തന്നെ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ വന്ന് വാഗ്ദാനങ്ങൾ നൽകി പോകുന്നതല്ലാതെ അധികൃതർ ഇനിയെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇരിട്ടിയിലെ ഈ സ്ഥലത്ത് നിന്ന് അടുത്തിടത്തേക്ക് പോകുന്നത്.